ഇത്തവണത്തെ ഓണം വളരെ സമാധാനപരമായിരുന്നു. എവിടെയും ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ജനങ്ങൾ വളരെ ആഹ്ലാദപൂർവ്വം ഓണം ആഘോഷിച്ചു. അതോടൊപ്പം തന്നെ ഒരിടത്തും പറയത്തക്ക ക്രമസമാധാന പ്രശ്നങ്ങളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ജനങ്ങളും ഒരേ മനസ്സോടെ ഓണം ആഘോഷിച്ചു എന്നതിൽ സർക്കാരിന് സംതൃപ്തിയുണ്ട്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കേരളത്തിന് മുന്നോട്ട് പോയാൽ കേരളം വലിയ പുരോഗതി കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനും വാർത്തകളൊക്കെ വായിച്ചു, നിങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് ഇന്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്, ഇതിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇതിൻ്റെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നോട് വളരെ പ്രധാനപ്പെട്ട ചില പത്രപ്രവർത്തകരും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ എന്നാൽ ഇതിനെപ്പറ്റി ഒരു നിജസ്ഥിതി നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ADGP ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള ADGP ശ്രീ വെങ്കടേഷിനോട് ഇന്നലെ തന്നെ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം. ഇത് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ സംഭവമാണ്. 40 വർഷമായി, 40 വർഷത്തോളമായി. ഇതെന്ത് പൂഴ്ത്താനാണുള്ളത്? ഏതായാലും അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിലുള്ള വസ്തുതകൾ പുറത്തു വരട്ടെ. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഏതായാലും നിങ്ങൾ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ഇപ്പം തുഫാൻ ആഞ്ഞടിക്കുകയാണ്, അത് തുടരും. 2ാം ഘട്ടം ഓണം കഴിഞ്ഞാൽ ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജിയുമായിട്ട് ഞങ്ങൾ വളരെ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. തുഫാൻ 2ാം ഘട്ടം ഉടനെ ആരംഭിക്കുകയാണ്. ഏതായാലും തുഫാൻ വൻ വിജയമാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്. അതിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. എല്ലാ ആളുകളും രാഷ്ട്രീയം മറന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ പദ്ധതിയെ സഹായിക്കുന്നുണ്ട്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. തലമുറകളെ രക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണിത്. അതെല്ലാവരും സഹകരിക്കണമെന്നാണ് വീണ്ടും വീണ്ടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ, ഈ സണ്ണി എം കവിക്കയുടെ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ശബരിമല അയ്യപ്പ സ്വാമിയുമായി ബന്ധപ്പെട്ട്. നിലവിൽ കേസ് എടുത്തില്ല എന്നൊരു വലിയൊരു ആരോപണം ഉയരുകയും ചെയ്യുന്നു. കേസൊക്കെ എടുത്തിട്ടുണ്ട്. കേസ് എടുത്തിട്ടുണ്ടല്ലോ ബന്ധപ്പെട്ട്.